നമ്മുടെ അബിയു ഫ്രൂട്ട് പൂക്കുന്നതും അതേപോലെ തന്നെ ചെറിയ കായകൾ ഉണ്ടാകുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ നോക്കിക്കേ, നമ്മുടെ അബിയു ഫ്രൂട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഭാഗം കൂടിയും പച്ച കളറുണ്ട്. നല്ല രീതിയിൽ ഉണ്ട്. അത്യാവശ്യം വലിയ കായുമാണ് കേട്ടോ. നല്ല അത്യാവശ്യം വലിപ്പമുള്ള കായാണ്. ഈ പ്രാവശ്യം നമുക്ക് മൊത്തം 5 എണ്ണമാണ് കേട്ടോ പിടിച്ച് കിട്ടിയതെന്ന് വെച്ചാൽ വലുതായി കിട്ടിയത്. കുറച്ച് നമുക്കിങ്ങനെ ഈ നമ്മുടെ പച്ചക്കറികളിലൊക്കെ കായ്ച്ച കുത്തിപ്പോവില്ലേ, അതേ രൂപത്തിൽ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉണ്ടായതെന്ന് വെച്ചാൽ വലുതായി ഇത്രയും നമുക്ക് പഴുത്ത് കിട്ടിയത് 5 എണ്ണമാണ്. അപ്പോൾ ഇത് ഇവിടെ 3 എണ്ണം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ അടുത്തത് ഒരെണ്ണം, പിന്നെ ഉള്ളത് മുകളിലാണ് കണ്ടോ, അവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും ഇത് നിറച്ച് പൂക്കുന്നുണ്ട്. നമ്മുടെ ഈ അബിയു ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അബിയു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ പൂത്തുകൊണ്ടേയിരിക്കും. ഒരു 2-3 മാസക്കാലം ഇങ്ങനെ പൂക്കും കായകളുണ്ടാകും. അങ്ങനെ ഇത് കണ്ടോ, ഇത് അടുത്തത് നമുക്ക് കായ്കൾ ഉണ്ടായി വരും. അപ്പോൾ ഈ ഫ്രൂട്ടെന്ന് വെച്ചാൽ, അബിയു ഫ്രൂട്ടെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റുള്ളൊരു, എനിക്കിഷ്ടമാണ്. അത്യാവശ്യം എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നൊരു ഫ്രൂട്ടാണ് കേട്ടോ അബിയു ഫ്രൂട്ട്. ശരിക്കും നമ്മുടെ ഒരു സ്മൈലി ബോളിൻ്റെയൊക്കെ ഇതിൽ അത്രയും എന്നാൽ അതിനേക്കാളൊക്കെ വലിപ്പവും കൂടി ഉണ്ട് കേട്ടോ. അതിനെക്കാട്ടിലും വലിപ്പമുണ്ട്. ഉണ്ടായി കാണാനും നല്ല ഭംഗിയല്ലേ, കണ്ടോ. ടേസ്റ്റും നല്ലതാണ്. ഏതാണ്ട് കരിക്കിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ഈ പനങ്കരിക്കൊക്കെ അല്ലേ, അതിൻ്റെയൊക്കെ ഏതാണ്ട് മിക്സായിട്ടൊരു ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട്സ് പ്ലാന്റ് കൂടിയാണ് കേട്ടോ അബിയു.